നാനോസ്കോപ്പിക് ACL റീകൺസ്ട്രക്ഷനാണ് നമ്മൾ റീസെൻ്റ്ലി ചെയ്തത്. ഇപ്പോൾ നാനോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1.9 മില്ലിമീറ്റർ തിക്കായിട്ടുള്ള ഒരു സ്കോപ്പാണ്. അതൊരു നീഡിലിൻ്റെ അത്രയും വരത്തുള്ളൂ. അതിൻ്റെ അറ്റത്തൊരു ക്യാമറ വന്നിട്ടുണ്ട്. ഈ ടെക്നോളജി കുറച്ച് നാളായിട്ടുണ്ട്. ലേക്ക് ഷോർ നമ്മൾ കുറേ നാളായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഡെമോ ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷം. അതിൻ്റെ ഗെയിൻ ടെക്നോളജിക്കൽ ലീപ്പാണ് അത്. നമുക്ക് ആ നാനോസ്കോപ്പ് നീടെ പുറയിൽ നിന്നും നോർമൽ സ്കോപ്പ് ഫ്രണ്ടിൽ നിന്ന് വിട്ട് നമുക്ക് 2 വ്യൂ കിട്ടും. ഇപ്പോൾ 2 സർജനും 2 വ്യൂ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അത്രയും ബെറ്റർ വ്യൂ ആ കിട്ടുന്നത് നീഡ്. സോ റിപ്പയർ ഇസ് ഈവൻ ബെറ്റർ, യൂസേജ് ആൻഡ് എഫിഷ്യൻസി, ആ സർജറിയുടെ എഫിഷ്യൻസി ടൈം കുറയുക, നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ബട്ട് ഈ നാനോസ്കോപ്പ് വന്നപ്പം ഒരു ദിവസം ഞാൻ ഈ നമ്മുടെ സിസ്റ്റം ഇവിടെ എത്തിയപ്പം മോർണിംഗ് മീറ്റിങ്ങിൽ ഞാൻ എല്ലാവരോടും ചോദിച്ചു, നാനോസ്കോപ്പും കൊണ്ട് ആരെങ്കിലും ACL ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം എല്ലാവരും ഗൂഗിൾ ചെയ്തു, നമ്മൾ റീസെർച്ച് നോക്കി. അപ്പം ഞാൻ പറഞ്ഞു നാനോസ്കോപ്പും കൊണ്ട് ചെയ്യാൻ പാടില്ലേ? അപ്പോൾ എല്ലാവരും പറഞ്ഞു ചെയ്യായിരിക്കും, ആരും ചെയ്തില്ല. സോ I said നമുക്കൊന്ന് ചെയ്താലോ ഒന്ന്. സോ അങ്ങനെ ഞാൻ പേഷ്യനോട് ഞാൻ പറഞ്ഞു നാനോസ്കോപ്പും കൊണ്ട് നമുക്കൊരു ACL ചെയ്യാമെന്ന് പറഞ്ഞു. ഹി വാസ് ഓക്കെ. സോ അങ്ങനെ നമ്മൾ നാനോസ്കോപ്പിക് ACL ചെയ്തത്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് നാനോസ്കോപ്പ് ആൻഡ് കറൻ്റ്ലി കേരളയിലും വേറെ എങ്ങും നാനോസ്കോപ്പ് ഇല്ല. ഐ തിങ്ക് ഇന്ത്യ വൺ ഓഫ് ദ ഫസ്റ്റ് ഫ്യൂ സെൻറ്റേഴ്സ് നാനോസ്കോപ്പ് മേടിക്കാനായിട്ട്. ബട്ട് ഈ ഒരു ടെക്നോളജി ACL ഉപയോഗിക്കാൻ തീരുമാനം വാസ് ജസ്റ്റ് ഒരു ദിവസം രാവിലെ മോർണിംഗ് മീറ്റിംഗിൽ ഈ സാധനം ഇവിടെ എത്തിയപ്പോൾ വി ഹാഡ് എ ഡിസ്കഷൻ ആൻഡ് സെഡ് ലെറ്റ്സ് ട്രൈ. ബിക്കോസ് ടെക്നോളജി വന്നിട്ട് കാര്യമില്ല. യു നീഡ് എ ടീം ദാറ്റ് ഇങ്ങനെ എപ്പോഴും ആ ലാറ്ററൽ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കണം. ക്യാൻ വി പുഷ് ദിസ് ടെക്നോളജി? ഈ ടെക്നോളജി നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും, ഈ ടെക്നോളജി നമുക്ക് ഈ ഒരു യൂസിന് ഉപയോഗിക്കാൻ പറ്റുമോ? ബിക്കോസ് ഒരു സാധനത്തിന് മാത്രമല്ല, വി ഷുഡ് ട്രൈ ആൻഡ് ബ്രിങ് ഇറ്റ് ഇൻ ടു എവറി സർജറി. അപ്പം ആ ഒരു ടീം ആൻഡ് അങ്ങനെ ഒരു ഡിസ്കഷനും തോട്ട് വരുന്ന സ്ഥിതിക്ക് വിവ് ഗോട്ട് ദിസ് ഗ്രേറ്റ് യങ് ടീം ടുഗെദർ വർക്കിംഗ് ഹാർഡ്. അങ്ങനെ എത്തിയതാണ് നമ്മൾ ഈ നാനോസ്കോപ്പിൽ. സോ ദ ബെനിഫിറ്റ് ഓഫ് എ നാനോസ്കോപ്പ് ഇസ് നമുക്ക് ഒരു ഇൻസിഷനും കൂടെ കുറയ്ക്കാം. 1.9 മില്ലിമീറ്റർ മുറിവ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആ ഒരു മുറിവും കൂടെ നമ്മൾ റിഡ്യൂസ് ചെയ്തു. സോ നമുക്കിനിയും ഒരു മുറിവ് മാത്രം മതി ആർത്രോസ്കോപ്പി ചെയ്യാനായിട്ട്, ഈ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് വെക്കാനായിട്ട്. മറ്റേത് നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ നോർമൽ സ്കോപ്പിൻ്റെ ഇൻസിഷൻ ഒരു 5 to 6 മില്ലിമീറ്ററാണ്. ഇപ്പം ചിലർ പറയും 4-5 മില്ലിമീറ്റർ നിങ്ങളെ കുറച്ചിട്ടുള്ളൂ. ബട്ട് അതിനൊരു സ്റ്റിച്ചിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ആ ഒരു എക്സ്ട്രാ മില്ലിമീറ്റർ കൂടിയാലും അവിടെ ഒരു നെർവ് കാണും. ആ നെർവ് കട്ട് ചെയ്താൽ അത്രയും കൂടെ പ്രശ്നം പേഷ്യന് വരും. സോ വി ഹാവ് ടു കീപ് പുഷിങ്, കീപ് ബ്രിങ്ങിങ് ന്യൂ ടെക്നോളജി. ആൻഡ് ഈവൻ ഇഫ് ഇറ്റ്സ് 1 മില്ലിമീറ്റർ പ്രിസിഷൻ, നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം.